പെരിന്തൽമണ്ണയിൽ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. സംഭവത്തിൽ ഭർത്താവ് അരക്കുപറമ്പ് ഇബ്രാഹിം പടി ചേരിക്കല്ലൻ മുൻഷാദിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. അരക്കുപറമ്പ് സ്വദേശിനി 25 വയസ്സുകാരി ചേരിക്കല്ലൻ ഷഫ്നയെ ആണ് ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവതി ചൊവ്വാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭാര്യയായ ഷഫ്നയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. പ്രതിയെ അരക്കുപറമ്പിലെ വീട്ടിലെത്തിച്ച് പെരിന്തൽമണ്ണ പോലീസും ഫോറൻസിക് ടീമും തെളിവെടുപ്പ് നടത്തി. 12:30 മണിക്ക് എനിക്ക് ഇവിടുന്ന് കുട്ടികൾ വിളിച്ചു, പെട്ടെന്നൊരു ആംബുലൻസ് വേണം, പെട്ടെന്നൊരു ആംബുലൻസ് പറഞ്ഞയക്കി, ഇങ്ങനെ ഇവിടെ പൊള്ളലേറ്റുകൊണ്ട് പറഞ്ഞു. നമ്മൾ അയൽവാസിൻ്റെ കുട്ടിക്ക് പൊള്ളലേറ്റുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ചു, പറഞ്ഞാൽ ആംബുലൻസ് പെട്ടെന്ന് വന്നു. ഞാനിവിടെ കയറ്റി വിട്ടത്. അപ്പോൾ എന്നോട് കുട്ടി സംസാരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ കുട്ടി പറഞ്ഞപ്പോൾ കുട്ടി ഞാനിവിടെ വീട്ടിൽ കൊടുന്നോളാം, കുഴപ്പമൊന്നും വരില്ല കുട്ടിക്കെന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി വിട്ടു. മൗലാനി ചെന്നപ്പോൾ അങ്ങനെ കോഴിക്കോട് കൊണ്ടുവന്നാൽ കണ്ട് അവിടുന്ന് ആംബുലൻസ് കയറ്റി വിട്ടാണ് പോകുന്നത്. ഞാൻ ശരിക്കും അറിയില്ല വെച്ചാൽ അവിടെ ജനങ്ങൾ കൂടിക്കണം. അപ്പോൾ ചെന്നപ്പോൾ ഇതിനെ കൊടുന്ന് ഇങ്ങനെ ഇരുത്തിക്കണം. ഇതിനെങ്ങനെ ഇരുത്തിയേക്ക് കണ്ടേക്ക് ഞങ്ങൾ തുള്ളി വെള്ളം വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴേക്കിനും അവിടെ ആൾക്കാർ കുറേ കൂടിക്കുന്നു. അവിടെ കുറേ പണിക്കാരുണ്ട്, ഇവിടെ കുറേ പിന്നെ ആൾക്കാർ വെള്ളത്തിന് വന്നു മാറ്റിയൊക്കെ കൂടിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് ഞാൻ അതെന്താ ഏതാണ് നമ്മളെ പെരാക്കുണ്ടില്ല, നമുക്ക് ഇതുമ്മ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറേ ആളുണ്ട്, അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താട്ടി മേലിങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്തു. മേലൊന്നുമില്ല, അവർ തുണി കൊടുന്ന് കടത്തി കൊടുത്തു. കടക്കാനൊന്നും ഇനി വൈകിട്ട് ആകെ വന്നിക്കണം. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിത് കൊടുത്ത് വെള്ളം കുടിച്ചാൽ കൊടുത്തു. ആംബുലൻസ് വന്നത് കൊണ്ടുപോയി. ഇത്രയും ഞമ്മക്കറിയുള്ളൂ, വേറെ ഒരു പരിപാടിയും അറിയില്ല. വന്ന സമയത്ത് പൊള്ളൽ നല്ലോണം ഏറ്റുക്കണു, എല്ലായിടവും പൊള്ളലേറ്റുക്കണു. പറഞ്ഞു എൻ്റെ കുട്ടീനെ അവിടെ ഇടരുത്, എൻ്റെ കുട്ടീനെ വണ്ടി കയറ്റിയത് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ശരിക്ക് കേട്ടു. ഒരു കുട്ടി ആ ഒരു വഴക്ക് ഇവിടെ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു പച്ചവെള്ളം ഞങ്ങൾ കൊടുത്തേക്ക്, പച്ചവെള്ളത്തിൻ്റെ പള്ളയുടെ ഉള്ളിൽ വേഗമാണ്, തുള്ളി ചൂടുവെള്ളം തരീന്ന് അറിഞ്ഞു. അല്ല, ചൂടുവെള്ളം എന്ന് പറയണു, ഐസും കട്ടട്ട വെള്ളം തരീന്ന് അറിഞ്ഞു. നമുക്ക് പറയാൻ തന്നെ അന്തല്ലട്ടില് ആ കോലത്തിലാണ്. അങ്ങനെ നമ്മൾ കണ്ടു, അത്രയേ ഉള്ളൂ. വന്ന സമയത്ത് അവര് സംസാരിക്കണ്ടായിരുന്നോ? ഈ കുട്ടി മുണ്ടി ഞങ്ങളോട് ചെവിക്ക് നമുക്ക് കേൾക്കുള്ളൂ, അങ്ങനെ പുറല്ലോർക്ക് കേൾക്കൂല. 2-3 ആളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇരുത്തിക്കുകയാണ്. അപ്പം ഞാനും ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പം മാക്സിയൊക്കെ കത്തിപ്പോയപ്പോൾ മാക്സി മാറ്റിയാന്ന് പറഞ്ഞേക്ക് മാക്സി മാറ്റണ്ടിട്ടില്ലേ, ചാക ബന്ധുക്കൾ നേറുകയാണ് എന്ന് പറഞ്ഞു ഈ കുട്ടി. അതൊക്കെ നമുക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ബന്ധുക്കൾ ഈ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, തലയും താത്തിയിട്ട്. അല്ലാതെ ഒരു കുഴപ്പമില്ല. നമ്മൾ വന്നപ്പോൾ ആൾ ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ തൊട്ട വീടല്ലേ, അപ്പം നമ്മൾ കൂടി നമ്മളെ വീട്ടിലേക്ക് ഇതൊന്നും കേൾക്കില്ല, അറിയില്ല. നമ്മളവിടുന്ന് കയറ്റി വന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആളാണ്. അല്ലാതെ ഒരു പ്രശ്നവും നമ്മളറിയില്ല. എങ്ങനെ കത്തിച്ച്, എങ്ങനെ ഇത് തീയൊക്കെ എടുത്ത് എന്തുണ്ടായി. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.